കണ്ണീർ കായലിലേതോ കടലാസിന്റെ തോണി, അലയും കാറ്റിലുലയും രണ്ടു കരയും ദൂരെ ദൂരെ. മനസ്സിലെ ഭാരം പങ്കുവയ്ക്കുവാനും കൂടെയില്ലൊരാളും കൂട്ടിനു വേറെ. കണ്ണീർ കായലിലേതോ കടലാസിന്റെ തോണി, അലയും കാറ്റിലുലയും രണ്ടു കരയും ദൂരെ ദൂരെ. മനസ്സിലെ ഭാരം പങ്കുവയ്ക്കുവാനും കൂടെയില്ലൊരാളും കൂട്ടിനു വേറെ. കണ്ണീർ കായലിലേതോ കടലാസിന്റെ തോണി, അലയും കാറ്റിലുലയും രണ്ടു കരയും ദൂരെ ദൂരെ. സത്യ എന്ന പെൺകുട്ടി എ സൂപ്പർ ഹിറ്റ് സീരിയൽ, അതിലെ പ്രമുഖ നടിയായിട്ടുള്ള ആർദ്രയാണ് ഇന്ന് നമ്മുടെ അതിഥി. വെൽക്കം ആർദ്ര. നമസ്കാരം. അപ്പൊ സത്യ എന്ന പെൺകുട്ടിയിലെ എന്താണ് സീരിയസ് റോളാണ് അഭിനയിക്കുന്നത്? ഞാൻ നെഗറ്റീവ് റോളാണ്. നെഗറ്റീവ് റോളാണ്. ഓ ശരി. മുഖ്യ കഥാപാത്രം എന്നാണ് ഞാൻ അറിഞ്ഞത്. മേ ബി അത് നെഗറ്റീവ് റോൾ ഒരു മുഖ്യ കഥാപാത്രമാകാം. അതെ, സെക്കൻഡ് ലീഡ് ആണ് ചെയ്യുന്നത്. ഒരു തേപ്പുകാരിയായിട്ടാണ് അതില്. തേപ്പോ? ആ, തേപ്പ്. ഇപ്പത്തെ ഒരു ന്യൂ ജനന്റെ ഒരു ലാംഗ്വേജ് ആണല്ലോ തേപ്പുകാരി. അപ്പൊ എന്തായാലും സത്യസന്ധമായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും, സത്യസന്ധമായിട്ടുള്ള ഉത്തരങ്ങൾ ആയിക്കോട്ടെ. പറഞ്ഞ മനസ്സിലായല്ലോ? മനസ്സിലായി. സത്യസന്ധമായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും എന്നിൽ നിന്ന് വരുന്നത്. സത്യസന്ധമായിട്ടുള്ള ഉത്തരങ്ങളും ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ അങ്ങനൊന്നും അല്ല എന്ന് പറഞ്ഞാൽ പോരാ. ഡോണ്ട് ബി നെഗറ്റീവ്, ബി പോസിറ്റീവ്. ഓക്കെ. അപ്പൊ ആർദ്ര എവിടെ താമസിക്കുന്നേ? ഞാൻ ആക്ച്വലി തൃശ്ശൂരാണ്. തിരുവില്ലാമല അറിയായിരിക്കും, ശ്രീരാമന്റെ തിരുവില്ലാമലയാണ് വീട്. ഇപ്പൊ കുറച്ചായിട്ട് എറണാകുളത്താണ് താമസിക്കുന്നത്. അപ്പൊ ഇതിനു വേണ്ടി ഇവിടെ ട്രിവാൻഡ്രത്ത് വന്നാണോ അതോ? ട്രിവാൻഡ്രത്ത് ഷൂട്ട് നടക്കുന്നുണ്ട്. ഏതിന്റെ? ഇപ്പൊ സത്യ എന്ന പെൺകുട്ടിയുടെ. നേരത്തെ പറഞ്ഞ നേരത്തെ ഏതെങ്കിലും സീരിയലില്? ഫസ്റ്റ് എന്റെ സീരിയല് മഞ്ഞുരുങ്കാലമാണ്. അതിനുശേഷം പരസ്പരം, ഒറ്റച്ചിലമ്പ്, അങ്ങനെ കുറച്ച് സീരിയലുകളൊക്കെ ചെയ്തു. അപ്പൊ ഒരു സീരിയൽ രാജാവാണല്ലേ? നെഗറ്റീവ് റോൾസ് ആണ് കൂടുതൽ ചെയ്തിട്ടുള്ളത്. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് പപ്പ, അമ്മ, ഞാൻ. മൂന്നുപേരേ ഉള്ളൂ? പിന്നെ കുറെ പെറ്റ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? ഡോഗ്സ് ഉണ്ട് 2 എണ്ണം. പട്ടി 2. പിന്നെ ലവ് ബേർഡ്സ് ഉണ്ട് ഒരുപാട്, പിഞ്ചേഴ്സ് ഉണ്ട്, 6. പിന്നെ കോഴികളുണ്ട്. കോഴി എത്ര ഉണ്ട്? കോഴി ഒരുപാട് ഉണ്ട്. കോഴി ഒരുപാട് പേരുണ്ടെന്ന്. അപ്പൊ നമുക്ക് തൃശ്ശൂരിന്ന് പോകണ്ടേ? ആ ചേട്ടൻ കോഴിയാണോ? അയ്യോ, അല്ല, അവന് ചിക്കൻ ഭയങ്കര ഇഷ്ടം, അതുകൊണ്ട് പറഞ്ഞു. നീ കോഴിയാണോ? അപ്പൊ പിന്നെ കോഴി ഒരുപാടുണ്ട്. അപ്പൊ ഇതിനൊക്കെ ആര് നോക്കും? അമ്മക്ക് ചെടികള് ഇതിനോടൊക്കെ ഭയങ്കര ചെടി, ഇങ്ങനെ പെറ്റ്സ്, ബാക്കി രസമാണ്. സമയം പോണ അറിയത്തില്ല. അമ്മയ്ക്ക് സമയം പോകുന്ന അറിയുന്നില്ല, സമയമില്ല ഒന്നിനും. എന്റെ കാര്യം നോക്കാൻ പോലും സമയമില്ല, അങ്ങനെയായിട്ടുണ്ട്. അല്ല, നിങ്ങളൊക്കെ സ്വന്തം കാര്യം നോക്കാൻ ആയില്ലേ? സ്വന്തം കാലിൽ നിൽക്കാറുണ്ട്. പിന്നെ ആർദ്ര ഇനി നോക്കേണ്ട വേറൊരു ആള് വന്ന് നോക്കട്ടെ എന്നായിരിക്കും അമ്മയും അച്ഛനും അവര് വിചാരിക്കുന്നില്ല, അതാണ്. ഓഹോ, ആഗ്രഹമുണ്ട്, വിചാരിക്കുന്നില്ലത്. അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് കുറച്ച് ചർച്ച ഇല്ല, ചുമ്മാ പറഞ്ഞാണെങ്കിലും അമ്മ അച്ഛന് എന്തുകൊണ്ട് മോളെ അങ്ങനെ ഒരു അത് തന്നെ വിചാരിക്കുന്നില്ല എന്നതിനെ കുറിച്ച് നമുക്കൊരു വിശാലമായിട്ടുള്ളൊരു ചർച്ച വേണം. പക്ഷെ നമ്മള് പറയാം, നേടാം, പണം നേടാം, ബിഗ് ഗെയിം ഷോയിലോട്ട് കടന്നിട്ട് നമുക്ക് ആ ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പോ ഇന്നത്തെ ചോദ്യം മുഴുവൻ, നേരത്തെ കുറെ പേര് പറഞ്ഞല്ലോ, പട്ടി, ആടില്ല. ശരി, എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്താലോ, ആട് എന്ന സിനിമയിലുള്ള ചോദ്യങ്ങളായാലും. എല്ലാ ചോദ്യങ്ങളും ആട് എന്ന സിനിമയിലാണ്, ജയസൂര്യയുടെ. അപ്പം ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ആദ്യത്തെ സെഗ്മെന്റ് ആയ കേറി വാടാ മക്കളെ, കേറി വാടാ മക്കളയിൽ ആദ്യത്തെ ചോദ്യം ഇതാ. ഷാജി പാപ്പാന്റെ സംഘത്തിലുള്ള ഒരാൾ ഒരു പ്രമുഖ നടന്റെ മകനാണ്. ആരാണത്? എ. കരമന ജനാർദ്ദനൻ നായർ, ബി. രാജൻ പി ദേവ്, സി. ജഗദീഷ് ശ്രീകുമാർ. 20 seconds. കരമന ജനാർദ്ദനൻ നായർ, രാജൻ പി ദേവ്, ജഗദീഷ് ശ്രീകുമാർ. രാജൻ പി ദേവ്.
നമ്മളിവിടെ ലോക്ക് ചെയ്യത്തില്ല, എടുത്തിട്ട് പൂട്ടത്തേ ഉള്ളൂ. ഓക്കെ, രാജൻ പി ദേവ് ലോക്ക് ചെയ്യാം, എടുത്തിട്ട് പൂട്ടാം. രാജൻ പി ദേവിനെ എടുത്തിട്ട് പൂട്ടി ഞാൻ അവിടെ വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇപ്പം എനിക്ക് മെയിനായിട്ട് ചോദിക്കാനുള്ളത്, എന്തുകൊണ്ടാണ് ഈ അമ്മയും അച്ഛനും ഇങ്ങനെ ഒരു ക്രൂരത ചെയ്യുന്നത്? അത് അവരോട് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു. കാരണം അത് ചോദിക്കണം എനിക്ക്, കാരണം വേറൊന്നുമല്ല. ഇല്ല, ഞാൻ വെറുതെ പറഞ്ഞതാ. ഇപ്പൊ പ്രപ്പോസൽസ് ഒക്കെ വരുന്നുണ്ട്, പക്ഷെ ഞാനാണ് പറയുന്നത് ഇപ്പൊ വേണ്ട. എന്താണ് നക്ഷത്രം? പൂരം. പൂരം. പൂരം പുരുഷ ലക്ഷണമാണ്. അതെ. അപ്പം വരുന്നവനെ എടുത്തിട്ട് തൊഴിക്കുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരിക്കും ചിലപ്പോ. അങ്ങനാണോ ശരിക്കും? ഞാൻ പാവാന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാത്തിലും എല്ലാ കാര്യവും അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നൊരു പാവം കൂടി. അഡ്ജസ്റ്റ് ചെയ്യില്ല. ഓരോരുത്തർക്കും ഓരോ വ്യക്തിത്വം ഉണ്ട്, അതിനെ ചോദ്യം ചെയ്യാൻ പാടില്ല. അതായത് എന്റെ മൊബൈൽ ഫോൺ എടുത്ത് നോക്കരുത്. അങ്ങനെയും പറയാം. അതൊന്ന്. പക്ഷെ ഞാൻ നോക്കും. അത് കള്ളക്കളിയല്ലേ? നോക്കിക്കോട്ടെ, കുഴപ്പമില്ല. നോക്കിയിട്ട് വഴക്കിടുന്ന പരിപാടി വേണ്ട. ഓ, അതാണ് നോക്കിയിട്ട് ഈ മെസ്സേജ് ആരാ വിട്ടത്? അത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എവിടോ കണ്ടിട്ടുണ്ടല്ലോ, ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇവനെ ഞാൻ എവിടോ കണ്ടിട്ടുണ്ടല്ലോ. എന്താണ്? അതുപോലെ തന്നെ ക്ലോസ് ആയിട്ട് ഫോട്ടോസ് ഒക്കെ എടുക്കുമ്പോ അതിന്റെ പേരിൽ വഴക്കുണ്ടാക്കാം. ഒരാളുടെ തോളത്തൂടെ കയറ്റെന്ന് വെച്ചോ, ചിലപ്പോ ഒന്ന് കെട്ടിപ്പിടിച്ചെന്ന് വെച്ചോ. എനിക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ട്, അപ്പൊ അവരൊക്കെ ഇങ്ങനെ എന്നോട്, കല്യാണം കഴിച്ച കുറെ പേരുണ്ട്, അപ്പൊ അവരൊക്കെ എന്നോട് ഇങ്ങനെ സ്ഥിരമായിട്ട് പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പൊ അതൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോ ചിലപ്പോ നമുക്ക് തോന്നും കല്യാണേ വേണ്ട, കല്യാണം കഴിക്കണ്ട എന്നൊക്കെ തോന്നും. പക്ഷെ ചിലപ്പോ നേരെ ഓപ്പോസിറ്റും തോന്നും. പിന്നെ ഈ പയ്യനെ എങ്ങനെ ഇരിക്കണം? സങ്കല്പം ഉണ്ടല്ലോ. സങ്കല്പം മീശ വേണ്ടല്ലേ? മീശ വേണം, വേണം, താടി വേണം. ഓ, ഇപ്പോഴത്തെ ട്രെൻഡ് അല്ല, എനിക്ക് പണ്ട് ഞാൻ കുഞ്ഞിതായിരിക്കുമ്പോഴേ നമ്മുടെ ദാസേട്ടനുണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ഞാൻ എപ്പോഴും ഈ ചരമകോളുണ്ടല്ലോ, ചരമകോളം കുഞ്ഞില്ലേ, ചരമകോളം എടുത്ത് ഒരുപാട് പേരുണ്ടാവുമല്ലോ, ചരമകോളം എടുത്തിട്ടാണ് ഞാൻ നോക്കുക. എന്നിട്ട് ഞാൻ അങ്ങനെ പറയും, താടിയുള്ള മാമന്മാരെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും, അമ്മ എനിക്ക് ഈ മാമനെ കല്യാണം കഴിച്ചു തന്നാ മതി കേട്ടോ. അമ്മ ഇപ്പോഴും ആ കാര്യം പറഞ്ഞ് എന്നെ കളിയാക്കും. പണ്ട് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ശരി, ഇത് അങ്കമാലിയിൽ വല്ലവരും ഉണ്ടോ? ചുമ്മാ പോട്ടെ, ബാക്കി കാര്യം പിന്നെ ചോദിക്കാം. കാരണം ഇപ്പൊ പറഞ്ഞല്ലോ മീശയും താടിയും വേണമെന്ന് പറഞ്ഞല്ലോ, അവിടെ നിൽക്കട്ടെ. ബി, രാജൻ പി ദേവാണ് ഉത്തരം നൽകി. രാജൻ പി ദേവ് ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. 1000 രൂപ സമ്മാനമായി ആർദ്രയുടെ അക്കൗണ്ടിൽ എത്തിക്കഴിഞ്ഞു. അതാണല്ലോ അതിന്റെ ഒരു ഇത്. കേറിവാട മക്കളയിൽ രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിക്കും. ഏത് വായനശാലയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന വടംവലി മത്സരമാണ് സിനിമയുടെ ആദ്യ ഭാഗത്തിൽ കാണിക്കുന്നത്? എ, ജനതാ വായനശാല, ബി, പട്ടിത്താനം വായനശാല, സി, പട്ടിമുക്ക് വായനശാല. ഇത് അറിഞ്ഞു തന്നെയാണ് നിങ്ങൾക്ക് ഈ പേരിട്ടെന്ന് തോന്നുന്നു. മൊത്തം പട്ടിയാണ്. അല്ല, നിങ്ങള് ഭയങ്കര അല്ല, ഞാൻ വിചാരിച്ചു എന്റെ സ്ഥലപ്പേരും അങ്ങനെയാണ്, പട്ടിപ്പറമ്പ് എന്നാണ് എന്റെ സ്ഥലപ്പേര്. ഓ, അത് ശരി. മൊത്തം ഇത് എനിക്ക്, ഞാൻ ഈ സിനിമ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്, അപ്പൊ അതെനിക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. ഓപ്ഷൻ എ, ജനതാ വായനശാല. ജനതാ വായനശാല. പട്ടിത്താനത്തുനിന്ന് വരുന്നവര് പട്ടിത്താനത്തിനെ സപ്പോർട്ട് ചെയ്യണ്ടേ? ജനതാ വായനശാല, അത് ശരിയാണോ? അത് പക്ഷെ ഇത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഏ, ജനതാ വായനശാല ഞാൻ എടുത്തിട്ട് പൂട്ടിയിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ ഇരിക്കട്ടെ, നമുക്കിരിക്കട്ടെ. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്ന കാര്യത്തിൽ കയറാം. അതായത് മീശ വേണം, താടി വേണം, മുടി വേണം. മുടി വേണം, വേണം, വേണം. ഇപ്പോഴത്തെ സ്റ്റൈൽ ഇങ്ങനെ ഇങ്ങനെ ഇവിടെ ഒക്കെ ചെത്തിയിട്ട് ഇങ്ങനെ കൊല പോലെ ഇങ്ങനെ, അങ്ങനെയൊന്നും താല്പര്യമില്ല. അത് വേണ്ട. നോർമൽ ഒരാള്. ഹൈറ്റ് ഒരുപാട് വേണ്ട, ഒരുപാട് വേണ്ട. എന്റെ അത്രയൊക്കെ മതി. ആർദ്രയുടെ അത്രയും മതി, അല്ലെങ്കിൽ ഒരു ഇത്രയും കൂടെ കൂടുതൽ, അതേ മതി. സ്വഭാവമാണല്ലോ നമ്മൾ മെയിൻ ആയിട്ട് നോക്കണം. അതാണ് ഇത്രയും നേരം പറഞ്ഞ ഒന്നുമല്ല. സ്വഭാവം അത്യാവശ്യം കള്ളുടിക്കുന്നോണ്ട് കുഴപ്പമില്ല, വലിക്കുന്നോണ്ട് കുഴപ്പമില്ല, അതിനൊന്നും പ്രശ്നമില്ല. കള്ളുടിക്കുന്നുണ്ട് കുഴപ്പമില്ല. ഈ കള്ളെന്ന് ഉദ്ദേശിച്ച നമ്മുടെ നാടൻ കള്ളാണോ അതോ എന്താണ് കുഴപ്പമില്ല? എന്തായാലും കള്ളാണേലും ചാരായമാണേലും എന്തായാലും അത്യാവശ്യത്തിന് എന്ന് പറയുമ്പോ ദിവസം ഒരു 3. കണക്കൊന്നും അറിയില്ല, ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞ ദിവസം 3. പുക വലിക്കരുത്. പുക വലിച്ചോട്ടെ, കുഴപ്പമില്ല. അത് ഓരോരുത്തരുടെ രീതിയല്ലേ. ഒന്നും അധികം ഡെയിലി അല്ല, വല്ലപ്പോഴൊക്കെ വലിക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഇതിനൊരു കുഴപ്പം എന്താണെന്ന് അറിയാം ആർദ്ര, ഈ 2 സംഭവവും തുടങ്ങിക്കഴിഞ്ഞാൽ വല്ലപ്പോഴും എന്നുള്ള വാക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതാ കുഴപ്പം. കാരണം ആദ്യം ഇത് തുടങ്ങും പതുക്കെ, പിന്നെ ആർദ്ര പറഞ്ഞ പോലെ തന്നെ മോളെ ഞാൻ ഒരു
പിഗ് കഴിച്ചു കേട്ടോ എന്ന് പറയും. പിന്നെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ daily. വരുന്ന എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. അപ്പം അദ്ദേഹം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിയിൽ പോകുമ്പോഴത്തേക്ക് അവിടെ വീട്ടിലൊരു ബോട്ടിൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടപ്പിൽ ഒഴിച്ചിട്ട് ഭാര്യയുടെ മുമ്പിൽ വെച്ച് പറയും, എടി ഞാൻ ഇന്ന് ഇത്രേ ഞാൻ കഴിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് കഴിക്കും. കഴിച്ചിട്ട് അയാളുടെ പാർട്ടിക്കെല്ലാം പോയിട്ട് അവിടെ നിന്ന് നല്ല വേഷ, നമ്മുടെ ട്രിവാൻഡ്രത്ത് പറയുന്നത് നല്ല വേഷ അടിക്കും. എന്നിട്ട് തിരിച്ച് വന്ന് വീട്ടിൽ കയറുമ്പോഴത്തേക്ക് ഭാര്യ നോക്കുമ്പോഴത്തേക്ക് സ്മെല്ല്, ഞാൻ നീ പറഞ്ഞ പോലെ ഞാൻ തൊട്ടിട്ടില്ല, അതാ അതിൻ്റെ സ്മെല്ല് മാത്രം സെയിമല്ലേ. അങ്ങനെയാണ് ഈ ആണുങ്ങൾ, സൂക്ഷിച്ചോ. ഒരു കാര്യമാണ്. ആ, അതുകൊണ്ട് എപ്പോഴും അടിക്കണം അല്ലെങ്കിൽ എപ്പോഴും വലിക്കണം എന്നൊന്നും പറയരുത്. ആ, പിന്നെന്തൊക്കെയാണ്? പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, നല്ലൊരു ജോലി വേണം. ഒരു എഞ്ചിനീയർ, ഡോക്ടർ, അങ്ങനെയില്ല, എന്നെ നോക്കാൻ പറ്റുന്ന ഒരു ജോലി, അത്രേ ഉള്ളൂ. അയാളെ നോക്കണ്ടേ? അതൊരു വലിയ ജോലിയല്ലേ. അപ്പൊ നോക്കണമെന്നുണ്ടെങ്കിൽ ഒരു മിനിമം ഒരു ഡോക്ടറെങ്കിലും ആയില്ലെങ്കിൽ ശരിയാവത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? കുഴപ്പമില്ല, ജോലി, എന്തെങ്കിലും ഒരു ജോലി വേണം. ഒരു മിനിമം നമ്മളെ നോക്കത്തക്ക രീതിയിലുള്ള വീട്. ഒരു പൈലറ്റോ? ആ, അത് ശരി, പൈലറ്റ്. അവിടെ നിൽക്കട്ടെ. ജനതാ വായനശാലയാണ് പറഞ്ഞിരിക്കുന്ന ഉത്തരം. എ, ജനതാ വായനശാല ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. വീണ്ടും 1000 രൂപ അക്കൗണ്ടിൽ കയറി കഴിഞ്ഞു. 2000 രൂപ. 2000 രൂപ, അതല്ലേ അതിന്റെ ഒരു ഇത്.